കഥയുടെ ആരംഭത്തിൽ കഥാനായിക ഷാരോണിനെയാണ് കാണിക്കുന്നത്. അവളുടെ അമ്മ ദത്തുമകൾക്ക് വേണ്ടി സ്വന്തം മകൾക്കെതിരെ അവളോട് മുട്ടുകുത്താനായി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ദത്തെടുത്ത മകളുടെ പുതിയ ഗൗണ് അവൾ കത്തിച്ചു കളഞ്ഞു എന്ന പേരിലാണ് അമ്മ അവളെ അടിക്കുന്നത്. പക്ഷെ അത് അവൾ അല്ല ചെയ്തതെന്ന് കെഞ്ചി പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും നുണ പറയുകയാണെന്ന് പറഞ്ഞിട്ടും അമ്മ ചെവി കൊണ്ടില്ല. ദത്തെടുത്ത മകളുടെ വാക്ക് കേട്ട് സ്വന്തം മകൾ അടിച്ചു. എന്നാൽ അതൊക്കെ ചെയ്തത് അവളാകും. കാരണം സ്വന്തം മകളെ പുറത്താക്കാൻ വേണ്ടിയാണ്. അമ്മയ്ക്ക് എന്നും പുന്നാരമോള് ദത്തെടുത്ത മകളാകും. അപ്പോൾ അനിയത്തി അമ്മയോട് ചേച്ചി ചീത്ത പറഞ്ഞത് മതി, ഇവിടെ നിന്ന് എങ്ങാനും ചാടിയാലോ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ചാടട്ടെ, ഇങ്ങനെ ഒരു മകൾ ഇല്ല എന്ന് ഞാൻ കരുതിക്കൊള്ളാം എന്ന് കേട്ടതും ഷാരോൺ പിന്നൊന്നും നോക്കില്ല. അവൾ നേരെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് മേളിലേക്ക് ചാടി. പക്ഷേ അമ്മ അവളുടെ കൈ പിടിച്ചു. എന്നിരുന്നാലും അമ്മയുടെ കൈ വഴുതി രണ്ടുപേരും നിലത്ത് വീണ് മരിച്ചു പോവുകയാണ്. എന്നാൽ പിന്നീട് ഷാരോൺ കണ്ണു തുറക്കുമ്പോൾ അവൾക്ക് നല്ല തലവേദന തോന്നുകയാണ്. എഴുന്നേറ്റ് നോക്കുമ്പോൾ കൈയൊക്കെ സ്മൂത്ത് പോലെ, ശരീരാകെ വല്ലായ്മ പോലെ തോന്നുകയും ഉടനെ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് അറിയുന്നത് ഷാരോണിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അമ്മയുടെ ആത്മാവാണ് കയറിയിരിക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് അനിയത്തി എത്തി. ഉടനെ അമ്മ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. എല്ലാം നീ കാരണമാണെന്ന് പറഞ്ഞ് അച്ഛൻ വരുമ്പോൾ നീ പെർഫെക്റ്റ് മകളായിട്ട് അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞ് അവിടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. വേഗം വീട് വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുകയാണ്. അവളുടെ സ്വഭാവം കാണുമ്പോൾ അമ്മയ്ക്ക് തന്നെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത്രയും നാളും നല്ലവളാണെന്നാണല്ലോ അമ്മ കരുതിയത്. അപ്പോൾ ഷാരോൺ അവിടെയാകും. അപ്പോഴാണ് സ്വന്തം മകളുടെ കാര്യം ഓർക്കുന്നത്. ഇപ്പോൾ ഷാരോൺ അമ്മയുടെ ബോഡിയിലാകും. ഇവിടെ ഷാരോണ് ബോധം വന്നിട്ടില്ല. അവൾക്ക് വീഴ്ചയുടെ സമയത്ത് തലയ്ക്ക് പരിക്കേറ്റതിനാൽ കോമയിലാണ്. വേഗം സർജറിക്ക് എത്തിക്കണമെന്ന് ഡോക്ടർ പറയുകയാണ്. ഡോക്ടർ പോകുമ്പോൾ ഷാരോൺ അവിടെ കാണുമ്പോൾ നീ പോയില്ലേ, നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛനെത്തുമ്പോൾ അവൾക്കാകും അടികൊള്ളുന്നത്. പക്ഷെ ഇപ്പോൾ അവളുടെ ശരീരത്തിൽ അമ്മയാണെന്ന് ആർക്കും അറിയില്ല. സത്യാവസ്ഥ തുറന്നു പറയാൻ പോലും ദത്തുപുത്രി മകൾ സമ്മതിക്കുന്നില്ല. ചേച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് അവൾ അമ്മയെ തള്ളിയിട്ടത്. അത് മനഃപൂർവ്വമല്ല, എന്തൊരു അപമാനമാണെന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ വീണ്ടും വീണ്ടും അടിച്ചപ്പോൾ അനിയത്തിക്കാകും സന്തോഷം. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇവളാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നത്. ഇത്രയും കാലം ഷാരോണിനെ കള്ളിയാക്കിയത് ഇവളായിരുന്നു. ഇത്ര നാളും ഷാരോൺ സത്യം പറയാൻ ശ്രമിച്ചിട്ട് പോലും അമ്മ അന്ന് ചെവിക്കൊണ്ടിട്ടില്ലല്ലോ. ഷാരോൺ ആണ് എന്ന് കരുതി അച്ഛൻ ഇനി ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, റൂമിൽ പോകാനായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇന്നലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല വിശപ്പ് കാണും. റൂമിന് വെളിയിലിറങ്ങി കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സെർവൻറ്റ് അവളെ പിടിച്ചു മാറ്റുന്നത്. അവൾക്കിന്ന് ഭക്ഷണമില്ലാന്നത്രേ. നീ ഭാഗ്യവതിയാണോ അതോ ശപിക്കപ്പെട്ടവളാണോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. ലൂ കുടുംബത്തിൽ ജനിച്ചതിന് നിന്റെ ഭാഗ്യമാണ്. നീ ദത്തുപുത്രേക്കാൾ മോശമായിട്ടാണ് ജീവിക്കുന്നത്. നിനക്കൊരു പട്ടി പോലും വില തന്നില്ലെന്ന് വേലക്കാരിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ 3 വർഷം മുമ്പ് ദത്തുപുത്രയെ കണ്ടെത്തിയ ശേഷം 20 വർഷമായി വളർത്തിയ മകളെ മാത്രമേ ഒരു അമ്മയെന്ന നിലയിൽ തൻ്റെ കടമ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ദത്തുപുത്ര എത്തുന്നത്. വേലക്കാരി അമ്മയെ തള്ളിമാറ്റി അവൾക്ക് ഇരിക്കാനുള്ള കസേര വരെ നീക്കിക്കൊടുത്തു. എന്നിട്ട് അവൾക്ക് മാത്രം സ്പെഷ്യലായിട്ടൊക്കെ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്മ നോക്കി നിൽക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞ് അതിനൊരു പീസ് എടുത്ത് താഴേക്കിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നീ എൻ്റെ മകളാണെന്ന് കരുതിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്, എടുത്ത് ചടി പെരുമാറുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഞാൻ ഷാരോണാണ്. അവളെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ അനുവദിക്കുന്നതല്ല. ആദ്യം ശരീരത്തിലെ ആത്മാവ് എങ്ങനെ മാറിയെന്ന് സംഭവിച്ചെന്ന് കണ്ടെത്തണം. എൻ്റെ ശരീരം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ ഷാരോണ് ഇത് വീണ്ടും സഹിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. അവൾ മെഡിക്കൽ സ്കൂളിൽ നിന്ന് ബിരുദം നേടിയതല്ലേ. ലൈബ്രറിയിൽ പ്രശസ്തമായ പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അമ്മ പോയപ്പോൾ ഇവൾ മനസ്സിൽ അമ്മ സുഖപ്പെട്ട് കഴിഞ്ഞാൽ അവളെ പുറത്താക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും. ശരിക്കും കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ലൂ കുടുംബത്തിൻ്റെ അവകാശിയാകാൻ അർഹതയുള്ളൂ. ശേഷം അമ്മ സ്കൂളിൽ പോകാനായിട്ട് കാറിൽ കയറിയപ്പോൾ ഡ്രൈവർ അമ്മയെ കാറിൽ കയറ്റാൻ തന്നെ സമ്മതിക്കുന്നില്ല. ആ കാറ് ദത്തുപുത്രയുടെ കാറാണ്. സോ അവളോട് നടന്നു പോകാനായിട്ട് പറയുന്നു. അമ്മയുടെ ശരീരം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ തൻ്റെ മകളെ ഭീഷണിപ്പെടുത്തിന് ഒരിക്കലും ഒരുത്തന്നെ ഇവിടെ നിലനിർത്തില്ലെന്ന് പറഞ്ഞ് അപ്പോഴേക്കും ദത്തുപുത്രി സ്കൂളിൽ പോകാൻ എത്തുമ്പോൾ അവൾ സ്കൂളിന് പോകാതെ ഫ്രണ്ട്സിനൊപ്പം ഷോപ്പിങ്ങിന് പോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ അമ്മ സോൾ മാറാൻ വേണ്ടി കണ്ടുപിടിക്കുകയാണ്. എൻ്റെയും ഷാരോൻ്റെയും ഇങ്ങനെയായിരിക്കാൻ കാരണം മനുഷ്യൻ്റെ ഓർമ്മകൾ തലച്ചു സൂക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഷാരോണും ഞാനും ഒരുമിച്ച് വീണു. തീവ്രമായ വികാരങ്ങൾ കീഴിൽ ഒരു പ്രത്യേക കാന്തിക്ഷേത്രം സൃഷ്ടിക്കപ്പെട്ടു. അതിനാൽ പ്രത്യേക മണ്ഡങ്ങൾക്ക് എൻ്റെ ഓർമ്മകൾ കീഴടക്കി ഈ ഫീൽഡ് പുനഃസൃഷ്ടിച്ചാൽ കൂടുതൽ വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇന്ന് ഉച്ച കഴിഞ്ഞ് രക്തം കട്ട പിടിക്കുന്ന നീക്കം ചെയ്യുന്നതിനാൽ അമ്മയുടെ ശരീര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകും. ഒരു പക്ഷേ അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് വരുമ്പോൾ ദത്തുപുത്രി ഫ്രണ്ട്സൊക്കെ അമ്മ വരുന്നത് കാണുന്നു. ഷാരോണാണെന്ന് കരുതി ഫ്രണ്ട്സിനെ കൂട്ടി അവളെ ചൊറിയാനായി പോയപ്പോൾ
അത് അമ്മയാണെന്നറിയാതെ ഷാരോൺ പേപ്പർ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ തനിക്ക് നാണക്കേടാണ്, വേഗം സ്കൂളിൽ നിന്ന് പോകാനായി പറഞ്ഞ് അമ്മയെ അടിക്കാൻ കൈപ്പൊക്കിയതും അമ്മയുടെ കൈ തടുത്തു അവൾക്കൊരടി കൊടുക്കുകയാണ്. പക്ഷെ ദത്തുപുത്രി ഫ്രണ്ട്സൊക്കെ ചേർന്ന് അമ്മയെ പിടിച്ച് നിനക്ക് എത്ര ധൈര്യം വന്നു എന്നെ അടിക്കാൻ, അമ്മയിൽ നിൽക്കട്ടെ, നിനക്ക് എന്നെ അടിച്ചതിൻ്റെ വില ഞാൻ തന്നിരിക്കും, പക്ഷേ അമ്മയുടെ ശരീരത്തേക്ക് തിരിച്ചു വരും എല്ലാം നിന്നെയും കൊണ്ട് അനുഭവിക്കും എന്നാകും അമ്മ ചിന്തിക്കുന്നത്. പക്ഷെ ദത്തുപുത്രി അമ്മയെ വിടുന്നത് പോലുമില്ല. മുട്ടുകുത്തി എന്നോട് ക്ഷമ ചോദിച്ചാൽ ഞാൻ നിന്നെ കരുണയോട് വിട്ടയിക്കാം, ഇല്ലെങ്കിൽ അമ്മ തരുന്ന പണിഷ്മെന്റിൽ രക്ഷിക്കാൻ എന്നോട് പറയരുത് എന്ന് പറയുന്നു. അമ്മ ഒരിക്കലും ഇവൾ ഇങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. തെറ്റുകളിലെല്ലാം ഇവളാണ് ചെയ്യുന്നതെന്നറിഞ്ഞ അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്താക്കേണ്ടവരൊക്കെ പുറത്താക്കുമെന്ന് പറയുന്നു. ഷാരോണാണെന്ന് കരുതിയവൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, അതും ഒരു വട്ടത്തിയെ പോലെ. ഇപ്പോൾ അവൾ വളരെ അഹങ്കാരിയായിരിക്കുന്നു. എന്താ ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ് ദത്തുപുത്രി അമ്മ എഴുന്നേക്കട്ടെ, അവളുടെ എല്ലാ അഹങ്കാരം ഞാനായിട്ട് തന്നെ തീർക്കും. അങ്ങനെ അമ്മയുടെ ശരീരത്തിൽ ഓപ്പറേഷൻ നടത്തുകയാണ്. ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ വിജയകരമായി. ഷാരോന്റെ സർജറി കഴിഞ്ഞ് കാണാം. ഇനി ഷാരോന്റെയും എന്റെയും ഓർമ്മകൾ പഴയപടിയാകും മാത്രമേ ബാക്കിയുള്ളൂ. അമ്മയ്ക്കിപ്പോൾ വളരെ സങ്കടമുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദത്തുപുത്രി അമ്മയുടെ മുടിയിൽ പിടിച്ച് ഒരടി കൊടുത്തു. ഈ കുടുംബത്തിലെ യഥാർത്ഥ അവകാശി ആരാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മയെ മുട്ടുകുത്തിച്ച് അടിക്കാനായി വടിയെടുത്തു. ഇവിടെ ഷാരോന്റെ അമ്മയ്ക്ക് വല്ലാതാവുകയാണ്. എന്നാൽ പെട്ടെന്നാകും ഷാരോൺ എഴുന്നേറ്റത്. പക്ഷെ ഇപ്പോൾ അമ്മയുടെ ശരീരത്തിന് തിരിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഷാരോന്റെ കാര്യം ഓർമ്മ വന്നത്. സോ വേഗം കാർ റെഡിയാക്കാനായി പറഞ്ഞു. ഇവിടെ ഷാരോൺ ബോധം കെട്ട് കിടക്കുകയാകും. ബോധം പോയത് കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ദത്തുപുത്രിക്ക് അമ്മ എഴുന്നേറ്റെന്ന് പറഞ്ഞ് കോൾ വരികയാണ്. അവളെ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. ലൂ കുടുംബത്തിലെ അവകാശിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും മോശമായി പെരുമാറിയില്ലെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഷാരോണ് ബോധം വരുന്നു. എന്നാൽ അവളുടെ തലയ്ക്ക് നല്ല വേദന കാണും. അവൾ കുറച്ചു മുന്നേ അഹങ്കാരിയായിരുന്നില്ലേ, ഇപ്പോൾ നീ ദയനീയമായി പെരുമാറുന്നെന്ന് പറഞ്ഞ് അടിക്കാനായി വരുന്നു. കറക്റ്റ് ടൈമിലാകും അമ്മ സ്കൂളിലെത്തുക. അമ്മയ്ക്ക് തെറ്റ് പറ്റി, അമ്മയോട് ക്ഷമിക്കണം, അമ്മ ഇവിടെ ഉണ്ടാകും, അമ്മ നിന്നെ ഒരു പരാതിയിലും സഹിക്കാൻ അനുവദിക്കില്ല. ഇവിടെ ഇവൾ അടിക്കാൻ പോയപ്പോഴാണ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അമ്മയോട് എത്തുന്നത്. എന്നാൽ അമ്മയെ കണ്ടപാടെ ദത്തുപുത്രി ചേച്ചി ഞങ്ങളെ ശല്യപ്പെടുത്തതിനാൽ ഞങ്ങൾ അവളെ തള്ളിയിട്ടതാണ്. ഇവരും അതെ, ഇവൾ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വന്നത് കൊണ്ടതാണെന്ന് വാ തുറന്ന് പച്ചക്കള്ളം പറയുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അമ്മയുടെ മുന്നിൽ നന്നായി അഭിനയിക്കുകയും നിഷ്കളങ്കയായ പെൺകുട്ടിയെ അവതരിപ്പിക്കുന്ന കാലം അമ്മേനെ വിശ്വസിക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഷാരോൺ ബുള്ളി ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ അവളെ അടിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഇത് എന്താണെന്ന് പറഞ്ഞ് വടി കാട്ടുമ്പോൾ അതും ഷാരോൺ കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. അപ്പോൾ അവൾ തന്നെ വടി കൊണ്ടുവന്ന് അവൾ തന്നെ മുറിവേൽപ്പിച്ചോ? ദത്തുപുത്രി കാര്യം വിശദീകരിക്കാൻ വന്നപ്പോൾ അമ്മ അവളുടെ കൈ തട്ടി മാറ്റി ഷാരോണെ എഴുന്നേൽപ്പിച്ചു. അമ്മയ്ക്ക് തെറ്റിപ്പറ്റി. എന്നിട്ട് സെക്രട്ടറിയോട് പോലീസിനെ വേഗം വിളിക്കാനായിട്ട് പറയുകയാണ്. ഇത് ചെയ്തവർക്ക് അതിൻ്റെതായ വില കൊടുക്കണം. പോലീസ് എന്ന് കേട്ടപ്പോൾ ഇവർ പേടിച്ചു പോവുകയാണ്. അവരും ഞങ്ങളല്ല ചെയ്തത്, ഇവളാണെന്ന് പറയുമെങ്കിലും നിന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് ഷാരോണി ഇത്രയും കഷ്ടപ്പെട്ടത്. കുറച്ചു കാലത്തേക്ക് ഞാൻ ഷാരോണായി മാറിയിരുന്നില്ലെങ്കിൽ നിന്റെ വ്യാജമുഖം ഞാൻ ശരിക്കും വിശ്വസിക്കുമായിരുന്നു. എന്നിട്ട് അവളോട് നിന്റെ ചേച്ചിക്ക് പരിക്ക് പറ്റി നോക്കി നിൽക്കുകയാണോ? പെട്ടെന്ന് അവൾ ഷാരോന്റെ അടുത്തേക്ക് വന്ന് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞതേ ഉള്ളൂ, നടന്നെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാകും പ്രശ്നമെന്ന് കേട്ടപ്പോൾ ഷാരോൺ അമ്മ എനിക്കിപ്പോൾ കുഴപ്പമില്ല, അവളല്ല ചെയ്തെന്ന് പറയുകയാണ്. അവളും അമ്മയെ എന്ന് വിളിക്കുമ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് ഇനി നീ എന്നെ അമ്മ എന്ന് വിളിക്കരുത്, എനിക്ക് നിന്നെ പോലൊരു മകളിലെന്ന് പറയുകയാണ്. എന്നിട്ട് സെക്രട്ടറി എനിക്ക് പരസ്യമായിട്ട് ഇങ്ങനൊരു ദത്തുപുത്രി ഇല്ലെന്ന് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നു. ഇവരും അമ്മയുടെ കാലിൽ വീഴുമ്പോൾ എൻ്റെ മകളെ ഭീഷണിപ്പെടുത്തിയിട്ട് നീ മാപ്പ് ചോദിക്കുകയാണോ? ഞാൻ നിങ്ങളെ ജയിലിലാക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവൾ അമ്മ മകൾ ബന്ധമാണ് നിങ്ങൾ തകർക്കുന്നത്. അമ്മ പറയുന്നത് നീ വെറും വളർത്തു മകളാണ്, ഷാരോണാണ് എൻ്റെ സ്വന്തം മകൾ എന്ന് പറഞ്ഞ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞു നമ്മൾ ജയിലിലേക്ക് പോകുമെന്ന് പേടിച്ച് നിൽക്കുമ്പോൾ പേടിക്കേണ്ട, അച്ഛനുണ്ടെന്ന ആശ്വാസമാകും അവൾക്ക്. അച്ഛനെ വിളിച്ച് കാര്യം പറയുമ്പോൾ അച്ഛൻ പറയുന്നത് അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്, നീ വരുമ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. ഇത് കേട്ടത് ഫ്രണ്ട്സിന് ആശ്വാസമായി. നിന്റെ ഓർഡറുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ആശ്വാസമാണെന്ന് പറഞ്ഞ് അവളെ പൊക്കി പറയുന്നു. ഇവിടെ ഷാരോണിന്റെ നെറ്റിൽ മരുന്നൊക്കെ പൊട്ടിക്ക് കൊടുത്തു. ഷാരോണിനെ കാണുമ്പോൾ ഞാനൊരു അമ്മയല്ല, അവൾക്കെന്നൊരു കുറ്റബോധമുണ്ട്. എന്നിട്ട് അവളോട് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ച് തൊടാൻ വന്നപ്പോൾ അവൾക്ക് പേടിയാവുകയാണ്. ക്ഷമിക്കണം, അമ്മ തെറ്റായ ആളെയാണ് വിശ്വസിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ അവൾക്ക് ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. സ്വന്തം മകളെ പോലെ വളർത്തി മക്കളെക്കാൾ മികച്ചവളാകില്ല ആരും. എൻ്റെ മകൾക്ക് ഒരു മോശ സമയമുണ്ടായിരുന്നു, ഇനി അത് ഉണ്ടാകില്ല. അമ്മ അവൾക്ക് എപ്പോഴും തുണയായിട്ട് നിൽക്കുമെന്ന് പറയുന്നു. ശേഷം വീട്ടിലെത്തിയപ്പോൾ അമ്മ ഒരുപാട് ഗിഫ്റ്റായിട്ടായിരിക്കും എത്തിയത്. പെട്ടെന്നാകും വീഡിയോ കോൺഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കോൾ വന്നതിനാൽ അമ്മ അവിടുന്ന് പോയി. ഇവിടെ ഷാരോണും അനിയത്തി വീട്ടിലെത്തുമ്പോൾ ഷാരോണോട് ഭാവിയിൽ നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ ദാരിദ്ര്യമായി നടിക്കരുത്, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് കരുതി അമ്മയ്ക്ക് നിന്നെ
നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടൊന്നുമല്ല. അമ്മയുടെ മനസ്സിൽ ഞാനാണ് എപ്പോഴും ഉള്ളത്. വീട്ടിലെ സ്വന്തം സ്ഥാനം മറക്കണ്ട. നീ അവസരം വന്നാൽ ഞാൻ നിന്നെ വിടില്ലെന്ന് പറഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആ വേലക്കാരി ദത്തുപുത്രിക്ക് വേണ്ടിയാണ് അമ്മ ഗിഫ്റ്റ് വാങ്ങിച്ചെന്ന് കരുതി ദത്തുപുത്രിക കാണിച്ചു കൊടുത്തു. നോക്കുമ്പോൾ ഗ്ലോബൽ ലിമിറ്റഡ് എഡിഷൻ ബാഗൊക്കെ, കസ്റ്റംസ് ചെയ്ത നെക്ലസ്. അമ്മയ്ക്ക് ഇപ്പോഴും എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സമ്മാനം വാങ്ങിത്തരാൻ കഴിയുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്ത് അവളെ കളിയാക്കി റൂമിലേക്ക് പോയി. ഷാരോണും ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ കോൺഫറൻസ് കോൾ കഴിഞ്ഞ് വന്ന അമ്മ എന്ത് പറ്റി നോക്കുമ്പോൾ അമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റൊന്നും കാണുന്നില്ല. അപ്പോഴാണ് വേലക്കാരി വരുമ്പോൾ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ എവിടെ? അതൊക്കെ മകളിട്ട് നോക്കി റൂമിലേക്ക് കൊണ്ടുപോയിന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമാണ് വന്നത്. അപ്പോഴേക്ക് ദത്തുപുത്രി അമ്മ വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. ഇത് കാണുന്ന അമ്മയ്ക്ക് ദേഷ്യം വന്നെങ്കിലും വേലക്കാരിയാകും അവളെ പൊക്കി പറയുന്നത്. ദേഷ്യം വന്ന അമ്മ മിണ്ടാതിരിക്കി. ഞാൻ ഇത് വാങ്ങിച്ചത് ഷാരോണാണ്, നിനക്കല്ല. നിന്നോട് ആരാണ് ഇത് ഇടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ മകളല്ല. അമ്മ അവൾക്ക് പ്രായച്ചിത്തമായി വാങ്ങിച്ച സമ്മാനങ്ങളാണ് എന്നാണ് അവൾ കരുതിയത്. ബഹളം കേട്ട അച്ഛൻ വരുമ്പോൾ അമ്മയ്ക്ക് എന്താണ് പറ്റിയെന്ന് അറിയില്ല. എനിക്ക് വാങ്ങി തന്ന ഒരു കൂട്ടം സമ്മാനങ്ങൾ ഇപ്പോൾ ഞാൻ ധരിച്ചപ്പോൾ അമ്മയ്ക്ക് ദേഷ്യമാണ്. എന്നാൽ അച്ഛൻ ദത്തുപുത്രിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. അത് കാണുന്ന അമ്മ വീണ്ടും അവളെ മേൽ തട്ടിക്കയറുമ്പോൾ ദേഷ്യം വന്ന ദത്തുപുത്രി ആ ഡ്രസ്സ് അയച്ചു മാറ്റി അവിടുന്ന് പോയി. അപ്പോൾ അച്ഛൻ, നീ എന്താണ് അവളോട് ദേഷ്യപ്പെടുന്നത്? അവൾ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ലെന്ന് പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് അമ്മ ഷാരോണോട് നാളെ വേറെ ഒരെണ്ണം വാങ്ങിത്തരാമെന്ന് പറയുകയാണ്. എന്നാൽ അമ്മയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം അവൾക്ക് തന്നെ ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. ഷാരോണിൻ്റെ ബർത്ത്ഡേ ആണല്ലോ വരാൻ പോകുന്നത്. അതിനാൽ അമ്മ ഗ്രാൻഡായിട്ട് നടത്താനായി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായി സന്തോഷമാവുകയാണ്. ആ പാർട്ടി വയ്ക്കുന്നത് തന്നെ ഷാരോൺ തൻ്റെ മകളാണെന്ന് പ്രഖ്യാപിക്കാനാണ്. ഇവിടെ ആ പെണ്ണ് ദേഷ്യത്തിലെല്ലാം തന്നെ വലിച്ചു വാരിയിടുമ്പോൾ അമ്മ ഷാരോണെ സ്നേഹിക്കുന്നത് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ, അങ്ങനെയൊന്നുമില്ല, നിൻ്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ചുള്ള വലിയ ആശങ്കയുണ്ട്. അല്ലെങ്കിൽ നിൻ്റെ ബർത്ത്ഡേക്ക് ഇത്ര വലിയ ഹോട്ടലിൽ ബുക്ക് ചെയ്യുമോ? സത്യത്തിൽ ഷാരോണിൻ്റെ അതേ ദിവസം തന്നെയാണ് ഇവളും ജനിച്ച ദിവസം. അപ്പോൾ അവൾ കരുതും അമ്മ അവൾക്ക് വേണ്ടിയാണ് ആ ബർത്ത്ഡേ പാർട്ടി ഒരുക്കുന്നതെന്നാ. അങ്ങനെ പിറ്റേ ദിവസം ആയതും ബർത്ത്ഡേ ഒരുക്കങ്ങൾ കണ്ട് അതിശയിച്ച് നിൽക്കുകയാണ് ഷാരോൺ. പക്ഷേ ദത്തുപുത്രൻ ഫ്രണ്ട്സ് ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് അവൾക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല ദിവസമായി നിന്റെ അമ്മ ഷേഴ്സ് എല്ലാം എഴുതി തരുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. ഇവിടെ അമ്മ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഷാരോണിൻ്റെ പിറന്നാൾ സമ്മാനമായി അമ്മ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷേഴ്സും അവരുടെ പേരിലേക്ക് മാറ്റാനാണ്. പാർട്ടിയിൽ ഷാരോൺ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ദത്തുപുത്രൻ ഫ്രണ്ട്സ് വന്ന്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അമ്മ എനിക്കായി ബർത്ത്ഡേ പാർട്ടി ഒരുക്കിക്കൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അമ്മ, നിനക്ക് വേണ്ടി ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് അവിടെ കവിളിൽ അടിച്ചു. ഈ ഡ്രസ്സ് നോക്ക്, നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇന്നത്തെ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട്? അമ്മ അത് നിനക്ക് വേണ്ടി ചെയ്തതാണെന്ന് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഷാരോൺ പറയുന്നുണ്ട്, ഞാൻ കള്ളം പറഞ്ഞതല്ല. ഇന്നത്തെ പിറന്നാൾ പാർട്ടിക്ക് അമ്മ എനിക്ക് വേണ്ടിയാണ് ഒരുക്കുന്നത്. 6 ലെയർ കേക്കും എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തു. അപ്പോഴേക്കും കേക്ക് എത്തുമ്പോൾ കേക്കിൽ ഷാരോൻ്റെ പേരാകും. ദേഷ്യം വന്ന ദത്തുപുത്രി അവൾക്കൊരടി കൊടുക്കുമ്പോൾ അവൾ ചെന്ന് വീണത് കേക്കിൻ്റെ മേലാകും. അതിനാൽ ആ 6 ലെയറുള്ള കേക്ക് മൊത്തം താഴെ വീണു. അന്നേരം അമ്മ അവിടേക്ക് അച്ഛനെത്തുമ്പോൾ അച്ഛൻ, ഇവൾ മനഃപൂർവ്വം നിന്റെ പിറന്നാൾ കുളമാക്കാൻ വന്നിരിക്കുകയാണെന്ന് ചോദിച്ചു. അച്ഛൻ ഷാരോണെ കണ്ടതും, അല്ല, നീ എന്താണ് ഇവിടെ? നിന്നോട് വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞത്? അപ്പോൾ ആൾക്കാർക്ക് ഷാരോണെ കാണുമ്പോൾ ഇതല്ലേ അവരുടെ റിയൽ മകൾ. പക്ഷെ ചിലർ ഷാരോൻ്റെ വേഷം കണ്ടേ, ഏയ് ഇതൊന്നല്ല, ആ ദത്തുപുത്രെ ചൂണ്ടിക്കാട്ടി അവളാണ് മകൾ എന്ന് പറയുന്നു. പ്രശ്നം ഗുരുതരമാക്കണ്ടെന്ന് കരുതി അച്ഛനോട് മാറി നിന്നു. ഇവളെ കണ്ട അമ്മയുടെ അച്ഛൻ്റെ കണ്ണിൽ നീ വെറും ഒരു മോശ വ്യക്തിയാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഫ്രണ്ട്സിനോട് അവളുടെ അനുവാദമില്ലാതെ സ്റ്റോർ റൂമിൽ പൂട്ടിയിടാനെ പറഞ്ഞു. ഷാരോണെ കൊണ്ടുപോയി പിന്നാലെ അമ്മ എത്തുകയാണ്. അമ്മ വന്നുടനെ ദത്തുപുത്രി, അമ്മ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കൈ പിടിച്ചപ്പോൾ അമ്മ കൈത്തട്ടി മാറ്റി. ഷാരോൺ എവിടെയാകുമെന്ന് ചോദിച്ചത്. അവൾ എന്തിനാണ് അവൾ അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ, എല്ലാ വർഷം ബർത്ത്ഡേക്ക് അവൾ ഉണ്ടാകാറില്ലല്ലോ, അവൾ വന്നിട്ടില്ല എന്നാകും എല്ലാവരും പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് ഇവർ പറയുന്നൊന്നും വിശ്വാസമായില്ല. സോ സെക്രട്ടറിയോട് ഇവിടെയൊക്കെ നോക്കിയിട്ടെന്ന് പറഞ്ഞ് ഷാരോണെ തേടാനായി പോയി. നോക്കുമ്പോൾ ഷാരോൺ ഒരു മൂലയിലായിരിക്കും ഇരിക്കുക. അവൾ പാർട്ടിയിൽ വന്നതാണ്. എല്ലാവരും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് കേട്ടപ്പോൾ അമ്മ ഷാരോണെ പാർട്ടിലേക്ക് കൊണ്ടുവന്ന് ഇത് ആരാണ് ചെയ്തെന്ന് ചോദിച്ചു. എന്നാൽ ആ പെണ്ണ് ഓടിയെത്തി, അമ്മേ, എൻ്റെ ബർത്ത്ഡേ ദിവസം ആ കേക്ക് ഇവളാണ് കളഞ്ഞെന്ന് പറയുന്നു. എല്ലാവരും അത് തന്നെയാകും പറയുക. വേഗം പരിപാടി നടത്തി അവൾക്ക്, അതായത് ദത്തുപുത്രിക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനായിട്ട് ഗസ്റ്റ് പറയുന്നു. അപ്പോൾ അമ്മ, അല്ല, നിന്നോട് ആരാ പറഞ്ഞത് ഇന്ന് നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന്? ഇന്ന് നടക്കാൻ പോകുന്ന പാർട്ടി ഷാരോൻ്റെ ആണ് എന്ന് വിളിച്ചു പറഞ്ഞു. അമ്മയുടെ കമ്പനി ഷെയർസ് എല്ലാം അവളുടെ പേരിൽ മാറ്റിയ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഷോക്കായി. കാരണം ഇതിനു മുന്നേ ദത്തുപുത്രിയോടാണ് ഇവർക്ക് ഇഷ്ടമെന്ന് സ്വന്തം മകളെ കണ്ണിൽ കണ്ടുടന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഷാരോനോട്, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ആരും നിന്നെ ബുള്ളി ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ അവളും 20 വർഷത്തെ ബന്ധം ഇതോടെ ഞാനായിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. തിരിച്ചു വിളിച്ചാൽ പോലും ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് ഒരിക്കലും വരരുതെന്നാണ്. ഇത് കേട്ടതോടെ അവൾ പോയി. അതിന് പിന്നാലെ അച്ഛനും. അമ്മ അവളെ പൂർണ്ണമായി പുറത്താക്കി. എന്തിന് കമ്പനിയിൽ പോലും കയറാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറയുന്നത്,
അച്ഛന് കമ്പനിയിൽ 10% ഷെയറുണ്ട്. അത് യൂസ് ചെയ്ത് അവിടെ കഴിവിൽ കമ്പനിയിൽ കയറാം. ഇനി അവളെ ആരും ബുള്ളി ചെയ്യില്ല എന്ന് അമ്മ ഉറപ്പ് നൽകി. അങ്ങനെ പിറ്റേ ദിവസം അവൾ കാറിൽ കയറി പോകുമ്പോൾ ആ ഡ്രൈവർ അവളെ കയറ്റുന്നില്ല. ഇത് ദത്തുപുത്രിയുടെ കാറാണെന്ന് പറഞ്ഞതിനാൽ അയാളെ ഫയർ ചെയ്തു. പക്ഷേ അയാൾക്ക് പറയുന്നത് എന്നെ പിരിച്ചുവിടാൻ നീ ആരാണെന്നാണ്. ഞാനാണ് ഇപ്പോൾ ലോ ഗ്രൂപ്പിന്റെ സി എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ അവൾക്ക് പോകാനായിട്ട് 5-6 കാറൊക്കെ ഒരുക്കി കൊടുക്കുകയാണ്. അവളുടെ ഇപ്പോഴത്തെ ധൈര്യം കാണുമ്പോൾ അമ്മയ്ക്ക് ഉറപ്പായി അവളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിനക്ക് കമ്പനി എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. എന്നിട്ട് അസിസ്റ്റന്റ് വിളിച്ച് ഓഫീസിലെല്ലാം ഓക്കെയില്ലെന്ന് ചോദിച്ചു. ഇവിടെ ദത്തുപുത്രിയും അച്ഛനും അവളെ കമ്പനി സിഇഒ ആക്കാനായി ഓരോ ഉപദേശം കൊടുക്കുകയാണ്. കമ്പനിയിൽ വിജയിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ നേട്ടം കൈവരിക്കുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ ഒരു നിക്ഷേപ പദ്ധതിയുണ്ട്. ഈ അവസരം മുതലെടുത്ത് നിന്റെ സ്ഥാനം ഉറപ്പിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമാകും. നിന്റെ വിജയം കാണുമ്പോൾ അമ്മ നിന്നെ തിരികെ സ്വീകരിക്കും. ഇവിടെ ഇവൾ കമ്പനിയിലേക്ക് വരുമ്പോൾ ആരും തന്നെ അവളെ സ്വീകരിക്കാനുണ്ടാകില്ല. ചിലപ്പോൾ കോൺഫറൻസ് റൂമിൽ കാണുമെന്ന് കരുതി അവൾ അകത്തേക്ക് പോയി. അകത്തെ റിസപ്ഷനിസ്റ്റും ഒക്കെ പുതിയ സിഇഒ വരുന്നുണ്ടെന്നറിഞ്ഞ് അവരെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഷാരോൺ അകത്തേക്ക് ചെന്ന് സിഇഒയുടെ ഓഫീസ് എവിടെയെന്ന് ചോദിച്ചു. സിഇഒയെ അന്വേഷിക്കുകയാണെന്ന് കരുതി അപ്പോയിൻമെൻ്റ് ഉണ്ടോ? സത്യത്തിൽ അവളാണ് സിഇഒ എന്ന് അവർക്കാർക്കും അറിയില്ല. അവളെ കാണാൻ തന്നെ അവൾക്ക് തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണോ? താൻ സിഇഒയുടെ മകളാണ് എന്ന് കേട്ടപ്പോൾ അവർ ഓഫീസിലേക്ക് കൊണ്ടുവിട്ടു. ഇപ്പോൾ കമ്പനി പുതിയ പ്രൊജക്റ്റ് ആരംഭിച്ചു. സോ എല്ലാ പ്രൊജക്റ്റ് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. ഇവിടെ ദത്തുപുത്രി മാനേജറായിട്ടാകും എത്തുക. പക്ഷെ അവളെ സ്വീകരിക്കാനാണ് എല്ലാവരും നിൽക്കുന്നത്. ചിലർ കരുതുന്നത് അവളാണ് കമ്പനി സിഇഒ എന്ന്. അകത്തേക്ക് കയറുമ്പോൾ അവൾ ആ പ്രൊജക്റ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറയുന്നു. ദത്തുപുത്രി ഇപ്പോൾ കമ്പനി നടക്കുന്ന പ്രൊജക്റ്റിന് വേണ്ടി മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആദ്യം ആ പ്രൊജക്റ്റിന് 1 മില്യൺ ആണ് ഫണ്ട്. പക്ഷെ അവൾ 5 മില്യൺ ആക്കാനാണ് പറയുന്നത്. പക്ഷേ മീറ്റിംഗിൽ ആ പ്രൊജക്റ്റിന് അത്ര ഫണ്ട് ഇറക്കുന്നതെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുന്നേ ഉണ്ടായ ചെയർമാൻ പോകുന്നതിന് മുന്നേ ഈ പ്രൊജക്റ്റ് കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും നമുക്ക് ഈ പ്രൊജക്റ്റ് നേടാൻ കഴിഞ്ഞാലേ ലോ ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ പോലും പ്രവേശിക്കാൻ കഴിയൂ. എന്നാൽ ദത്തുപുത്രി പറഞ്ഞ ഫണ്ട് ഇറക്കാനായി പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് അത് കൂടുതലാണ്, കമ്പനി നഷ്ടത്തിലേ പോളൂ. എന്നാൽ ദത്തുപുത്രി അതൊന്നും കേൾക്കുന്നില്ല. നേരത്തെ ഉണ്ടായ മാനേജറെ ഫയർ ചെയ്തിട്ടാണ് അവൾ ഇവിടെ കയറിയുന്നത്. എന്നാൽ പ്രശ്നം ഗുരുതരമായപ്പോൾ ദത്തുപുത്രി ജോലിക്കാരുമായിട്ട് വഴക്കുണ്ടാക്കി. ഇവിടെ ഇവൾ പഴയ ഫയലൊക്കെ നോക്കിയിരിക്കുമ്പോൾ സ്റ്റാഫിനോട് മാനേജറെ വിളിക്കാനായി പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് നേരത്തെ ഉണ്ടായ മാനേജർ പോയി, ഇപ്പോഴുള്ള മാനേജർ പുതിയതാണ്. അവർ കോൺഫറൻസ് റൂമിൽ പുതിയതായി വന്ന പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. മാനേജറിന്റെ പേര് കേട്ടതും അവൾ ഷോക്കായി വേഗം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഇവിടെ ഇവൾ ജോലിക്കാരെ റൂമിൽ നിന്ന് പുറത്താക്കി. അപ്പോഴേക്ക് ഷാരോൺ എത്തി. അയാളോട് ഈ പ്രോജക്റ്റ് ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന്. അപ്പോൾ ഇത് കണ്ടു നിന്നവർ അല്ല നിങ്ങളാരാണ് എന്ന് ചോദിക്കുന്നു. ഇവിടെ ഷാരോൺ കമ്പനിയിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാകും ഫോണിൽ മുന്നേയുള്ള മാനേജർ ഫയർ ചെയ്ത കാര്യം കാണുന്നത്. ഉടനെ അസിസ്റ്റന്റ് വിളിച്ച് വേഗം ഇറങ്ങുകയാണ്. ഇവിടെ ദത്തുപുത്രി മാനേജർ ആയതിനാൽ അവൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾക്ക് മാനേജർ ആവാൻ ആരുടെയും അനുവാദം വേണ്ട എന്നാകും പറയുക. എന്നിട്ട് ഷാരോൺ പ്രോജക്റ്റുമായി സംസാരിക്കാൻ അയാളെ കൊണ്ടുപോകുമ്പോൾ ആരും തന്നെ അവരെ വിടുന്നില്ല. പിന്നീട് അച്ഛൻ വന്നപ്പോൾ അവളെ ആകും തരം താഴ്ത്തി സംസാരിക്കുന്നത്. ഭാഗ്യത്തിന് അവിടെ എത്തുകയും ആരാണ് എൻ്റെ മകളെ ബുള്ളിച്ചതെന്ന് പറയുന്നു. അമ്മ വന്ന് ദത്തുപുത്രിയും അച്ഛനും ചേർന്ന് ഞാൻ ഇന്നാണ് കമ്പനി ചേർന്നത്. പ്രോജക്റ്റ് മീറ്റിങ്ങിനിടെ ചേച്ചി പറഞ്ഞതിൻ്റെ നിർദ്ദേശം എനിക്ക് മനസ്സിലായില്ല. കമ്പനിയിലെ എൻ്റെ സ്ഥാനം പോലും അവർ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മറ്റുള്ളവരും ഇവർ ഡയറക്ട് ലൂവിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നെന്നും ഡയറക്ട് ലൂവിനെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട അമ്മ ദത്തുപുത്രിക്ക് അയക്കുമ്പോൾ അടി കൊടുക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അപ്പോഴാണ് അമ്മ വേറൊരു സത്യം തുറന്നു വിടുന്നത്. ദത്തുപുത്രി അച്ഛൻ്റെ കാമുകിയുടെ മകളാണെന്ന്. എന്നിട്ട് ഷാരോൺ ഇനി നീ ഒരിക്കലും അച്ഛനെ അച്ഛാന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് എന്നിരുന്നാലും അയാൾ സമ്മതിച്ചു തരുന്ന പോലുമില്ല. എന്നാൽ പിന്നെ എന്തിനാണ് ഷാരോൺ നിങ്ങളെ ശത്രുവായി കാണുന്നെന്ന് പറഞ്ഞ് തരം താഴ്ത്തി. എന്നിട്ട് അയാളുടെ പേരിലുള്ള ഒട്ടുമിക്ക ഷെയർസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പുറത്താക്കുകയാണ്. എന്നാൽ അയാൾ ആ പ്രൊജക്റ്റ് കിട്ടിയാലാണ് രക്ഷപ്പെടുമെന്ന് മനസ്സിലായാൽ ലോ ഗ്രൂപ്പിലെ അയാളുടെ ഫ്രണ്ട്സ് ഷെയർ ഹോൾഡേഴ്സുമായി കണ്ടുമുട്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ശേഷം ആ പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഓണേഴ്സിനെ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് ഇവരുടെ പ്ലാൻ കൊടുത്തപ്പോൾ ദത്തുപുത്രിയുടെ പ്ലാൻ കൊള്ളില്ല എന്നാകും അയാൾ പറയുന്നത്. ഷാരോണിൻ്റെ പ്ലാനായിരിക്കും മികച്ചത്. സോ അവരെയായിരിക്കും വർക്ക് ഏൽപ്പിക്കുക. അയാളെ വിശ്വസിച്ച് പണം വിട്ടവർ ഇപ്പോൾ അയാൾക്കെതിരായി. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അയാളും ദത്തുപുത്രിയും ചെയ്ത തെറ്റിന് അവരുടെ കാല് വീണെങ്കിലും അവർ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. അവരെ ആട്ടി പുറത്താക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയപ്പോൾ അമ്മ മകളോട് ചെയ്ത തെറ്റിൽ ക്ഷമ പറയുക.